യേശുവിൻ്റെ സ്വർഗാരോഹണം അത് ഒരു നിസ്തുല്യ സംഭവമാണ്. യോഹന്നാൻ 3:13 പറയുന്നത് പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങിയ മനുഷ്യപുത്രനല്ല അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. യേശുവിൻ്റെ ഈ സ്വർഗത്തിലേക്കുള്ള മടങ്ങിപ്പോക്കിന് ഒരു പ്രത്യേകതയുണ്ട്. യേശു തൻ്റെ സ്വന്തം പവറിനാൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയി എന്നുള്ളതാണ്. യേശുവിൻ്റെ സ്വർഗാരോഹണം മനസ്സിലാക്കണമെങ്കിൽ ബൈബിളിലെ പുതിയ നിയമത്തിലെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് കേട്ടാൽ മനസ്സിലാകും. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതലുള്ള ചില വാക്യങ്ങൾ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്നു പറഞ്ഞു. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു. വന്നെങ്കിൽ നീന്നു തന്നെ യേശുവിൻ ക്രൂശതിങ്കൽ ചേർക്കും തൻ്റെ കൂടെ നിന്നെ നിത്യം തൻ വരവിങ്കൽ. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 50 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ അവരെ ബെഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. ബെഥാനിയ എന്ന കൊച്ചു ഗ്രാമം ഒലിവുമലയുടെ അപ്പുറത്തെ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. യേശു അവരെ ബെഥാനിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയാൽ അവൻ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി എന്നാണ് തിരുവചനം പറയുന്നത്. യേശുവിന് സ്വർഗത്തിലേക്ക് കയറി പോകുവാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമല്ലായിരുന്നു. യേശു തൻ്റെ സ്വന്തം ശക്തിയാൽ തൻ്റെ മേലുള്ള പവറിനാൽ തന്നെയാണ് സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്നു പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാൺകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവർ പോകും നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. യേശുരാജൻ വേഗം തൻ്റെ വാനസമൂഹവുമാ വന്നിടും നീ ലോകത്തിൻ്റെ രാജാവായി വാഴ്വാനാ. യേശുവിൻ്റെ സ്വർഗാരോഹണം എപ്രകാരമായിരുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് യേശു സ്വർഗാരോഹണം ചെയ്ത ഇടമാണ്. അതിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു.
ചർച്ച് ഓഫ് അസെൻഷൻ, ഒലിവുമലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചാപ്പൽ ഇരുന്ന ഇടത്തു വെച്ചാണ് യേശു താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തത്. 4-ാം നൂറ്റാണ്ടിൽ ബൈസന്റൈൻ കാലഘട്ടത്തിൽ ഇവിടുത്തെ പണിത ചർച്ചിന് റൂഫ് ഇല്ലായിരുന്നു. ഈ ഒരു ഡിസൈനിൽ പണിയുവാൻ കാരണം യേശു സ്വർഗാരോഹണം ചെയ്യപ്പെട്ട തുറന്ന ആകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. 1187 സലാദിൻ യെരുശലേം പിടിച്ചടക്കിയപ്പോൾ ഈ ചർച്ച് മോസ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇതിൻ്റെ മുകളിൽ ഒരു ഡോം പണിതു. ഈ ചാപ്പലിൽ പ്രവേശിക്കുമ്പോൾ തന്നെ മുസ്ലിം പള്ളിയുടെ മെഹ്റബ് ഭിത്തിയിൽ കാണാം. ഈ മെഹ്റബ് സൗദി അറേബ്യയുടെ മെക്ക അഭിമുഖമായിട്ടാണ് വച്ചിരിക്കുന്നത്. ചാപ്പലിൻ്റെ ഉള്ളിലുള്ള ഫ്രെയിമിൽ കാണുന്ന കല്ലിൻ്റെ ഫലകം, അതിൽ ആണ് യേശുവിൻ്റെ പാദം സ്പർശിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പാറയിൽ നിന്നാണ് യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. ഈ തൂണുകൾ AD 335 പണിയപ്പെട്ട ചാപ്പലിൻ്റെ ഭാഗമാണ്. ആ ചർച്ചിൽ ഈ തൂണുകളും കവാടങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഭിത്തിയും മുകളിൽ ഉള്ള ഡോമും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഓപ്പൺ എയർ ചർച്ചിൻ്റെ ചുറ്റും വിവിധ ഡിനോമിനേഷൻസിൻ്റെ അൾത്താരകൾ നമുക്ക് കാണാം. വന്നെങ്കിൽ നീന്നു തന്നെ യേശുവിൻ ക്രൂശതിങ്കൽ ചേർക്കും തൻ്റെ കൂടെ നിന്നെ നിത്യം തൻ വരവിങ്കൽ. യേശുവിൻ്റെ സ്വർഗാരോഹണം ഇത്രത്തോളം പ്രാധാന്യമുള്ളതാക്കി തീർക്കുന്നത് എന്താണ്? യേശുവിൻ്റെ സ്വർഗാരോഹണത്തിലൂടെ നാം കാണുന്നത് യേശു ഒരു പ്രത്യേക ദൗത്യത്തിനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. തൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. എന്തായിരുന്നു യേശുവിൻ്റെ ആ പ്രത്യേക ദൗത്യം? പാപികളെ രക്ഷിക്കുവാൻ പാപലോകത്തിൽ പാപമില്ലാത്തവനായി കടന്നു വന്ന് മനുഷ്യൻ്റെ പാപത്തെ തൻ്റെ മേൽ ചുമത്തി പാപത്തിൻ്റെ ശിക്ഷയായ മരണം തൻ്റെ ശരീരത്തിൽ ക്രൂശിന്മേൽ വഹിച്ചു പാപത്തിൻ്റെ ബന്ധനത്തെ തകർത്തു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, സ്വർഗീയനായവൻ മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിൽ കടന്നു വന്നു എന്നുള്ളതാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നുള്ളതാണ്. യേശു സ്വർഗീയനായവൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, യേശു തൻ്റെ മരണശേഷം തൻ്റെ സ്വർഗാരോഹണത്തിലൂടെ താൻ ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലൊക്കെയും മടങ്ങുകയും യേശു ക്രിസ്തു കർത്താവ് എന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്നാണ് തിരുവചനം പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നിന്ന് എന്നേക്കും നമ്മോടുകൂടി വസിക്കുവാനായി നൽകപ്പെട്ടു എന്നുള്ളതാണ്. യേശുവിൻ്റെ സ്വർഗാരോഹണം, അവൻ താൻ കർത്തൃത്വമുള്ളവനായി സർവത്തിലും അധികാരിയായി ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ മഹത്വം. യേശുരാജൻ വരുന്നുണ്ട് ലോകത്തിൽ വാഴ്വാനായി.